നമസ്കാരം. നരേന്ദ്രമോദി മൂന്നാം ഊഴം പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രി പദത്തിൽ ഹാട്രിക് എന്ന നേട്ടവും സ്വന്തമാക്കിയാണ് ഇത്തവണത്തെ വരവ്. കഴിഞ്ഞ 2 ടേമിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന ബിജെപിക്ക് പക്ഷേ ഇക്കുറി 245 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. കേവല ഭൂരിപക്ഷത്തിന് 32 സീറ്റിന്റെ കുറവ്. സഖ്യകക്ഷികളുടെ പിന്തുണയോടെ മോദി അധികാരത്തിലേറുമ്പോൾ പരിചയമില്ലാത്ത വഴികളിലൂടെയാകും മോദി എന്ന പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കേണ്ടി വരിക. ഒറ്റയ്ക്ക് പല നിർണായക തീരുമാനങ്ങളും എടുത്ത പഴയ രീതി ഇനി നടപ്പാകില്ല. TDP, JDU ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ നിലപാട് കണക്കിലെടുക്കേണ്ടി വരും. അങ്ങനെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വാനോളം ഉയർത്തിയാകും മോദി 3.0യുടെ ഉദയം. ആരൊക്കെയാകും നിയുക്ത മന്ത്രിമാർ? കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ഒപ്പം മുൻ മന്ത്രിസഭയിലെ പ്രധാനികൾ, പുതിയ പ്രതിനിധികൾ, സഖ്യകക്ഷി പ്രതിനിധികൾ, അങ്ങനെ ഇതിനോടകം പുറത്തുവന്ന പേരുകാർ ആരൊക്കെ? ആദ്യഘട്ട സത്യപ്രതിജ്ഞയിൽ ആരൊക്കെ മോദിക്കൊപ്പം ചുമതലയേൽക്കും? വകുപ്പുകൾ ഏതൊക്കെ? സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ എന്തെല്ലാം? വിദേശ നേതാക്കൾ, പ്രതിപക്ഷത്ത് നിന്നുള്ളവർ ആരൊക്കെ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തും? മോദി 3.0 ലോഡിംഗിന് ഇനി 3 മണിക്കൂർ 15 മിനിറ്റ് മാത്രം ബാക്കി. മുഴുവൻ വിശദാംശങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇന്നത്തെ ന്യൂസ് ഈവനിംഗ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാത്രി 7:15 രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ. രണ്ടാം മോദി സർക്കാരിലെ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രിസ്ഥാനത്ത് തുടരും. നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, എസ് ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, ധർമ്മേന്ദ്ര പ്രധാൻ, മൻസുഖ് മാണ്ഡവ്യ, കിരൺ റിജിജു എന്നിവരും മന്ത്രിസ്ഥാനത്ത് തുടരും. TDPയിൽ നിന്ന് രാംമോഹൻ നായിഡുവും പെമ്മസേനി ചന്ദ്രശേഖറുമാണ് മന്ത്രിസഭയിലേക്ക് എത്തുക. ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് ജിതൻ റാം മാഞ്ചിയും LJP നേതാവ് ചിരാഗ് പാസ്വാനും JDS നേതാവ് HD കുമാരസ്വാമിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ആദ്യം നമ്മൾ പോകുന്നത് ഞങ്ങളുടെ പ്രതിനിധി R രാധാകൃഷ്ണനിലേക്കാണ്. RK, ഇന്നിപ്പോൾ ഒരു ചായ സൽക്കാരം ഉണ്ടായിരുന്നു. അതിൽ ഈ നിയുക്ത മന്ത്രിസഭയിലെ അംഗങ്ങൾ ആരൊക്കെ എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിരുന്നു ആ ചായ സൽക്കാരം. ഇപ്പോൾ നമുക്ക് പുറത്ത് വരുന്ന സ്ഥിരീകരിക്കാവുന്ന പേരുകാർ ആരൊക്കെയാണ്? അനുജ, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രി പട്ടികയിൽ ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് മുതിർന്ന മന്ത്രിമാരുടെ കാര്യത്തിൽ. അമിത് ഷാ ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് തുടരും. രാജ്നാഥ് സിംഗ് മന്ത്രിസഭയുടെ ഭാഗമായിട്ട് തുടരും. നിർമ്മല സീതാരാമൻ ഇതുവരെ കരുതിയിരുന്നത് നിർമ്മല സീതാരാമൻ ഇത്തവണ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉണ്ടാകില്ല. അവർ സംഘടനാ ചുമതലകളിലേക്കോ അല്ലെങ്കിൽ അല്പം വിശ്രമം ആവശ്യപ്പെട്ടതുകൊണ്ട് അങ്ങനെയോ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും നിർമ്മല സീതാരാമൻ ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. ഹർദീപ് സിംഗ് പുരി മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉണ്ടാകും. ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കമുള്ള, ഗജേന്ദ്ര സിംഗ് അടക്കമുള്ള ആളുകൾ ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉണ്ടാവുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളത്തിന് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രാതിനിധ്യമാണ്. കേരളത്തിന് 2 മന്ത്രി പദവി ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതനുസരിച്ച് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും, കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യനും മന്ത്രിസഭയുടെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. ഘടകകക്ഷി മന്ത്രിമാരുടെ കാര്യത്തിൽ TDP ശക്തമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നതെങ്കിലും അവസാനം അവർ വഴങ്ങിയിരിക്കുന്നു. ഒരു ക്യാബിനറ്റ് മന്ത്രിയും 2 സഹമന്ത്രി പദവും, അതിൽ ഒരെണ്ണം സ്വതന്ത്ര ചുമതലയുള്ളതാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. 2 സഹമന്ത്രി പദവുമായിരിക്കും അവർക്ക് ലഭിക്കുക. JDUവിന്റെ കാര്യത്തിലും ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി പദവിയും ആയിരിക്കും ലഭിക്കുന്നത്. ഈ ഘടകകക്ഷികളിൽ അജിത് പവാറിന്റെ പാർട്ടിക്ക് പ്രാതിനിധ്യം തൽക്കാലം ഉണ്ടാകത്തില്ല എന്നതാണ് അവസ്ഥ. ശിവസേന അടക്കമുള്ള പാർട്ടികൾക്ക് ഒരു സഹമന്ത്രി പദവി അഥവാ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി പദവി ആയിരിക്കും ലഭിക്കുന്നത്. ആകെയുള്ള മന്ത്രിമാരുടെ എണ്ണത്തിൽ 57 പേരുണ്ടാകുമെന്നാണ് ഇന്നലെ വരെ കരുതിയിരുന്നതെങ്കിൽ 62ഓളം പേരുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആകെയുള്ള മന്ത്രിമാരിൽ ഏതാണ്ട് 12 മുതൽ 15 വരെ ആയിരിക്കും ഈ ഘടകകക്ഷി മന്ത്രിമാരുടെ എണ്ണം. അതിനുശേഷം ഈ മന്ത്രിമാരെ കണ്ട പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ടുള്ള ചില സന്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അത് പ്രവർത്തനം കൃത്യമായിട്ട് വിലയിരുത്തുന്ന വിധത്തിലായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ പ്രവർത്തനത്തെ വിലയിരുത്തുക തുടങ്ങിയിട്ടുള്ള നിരീക്ഷണങ്ങൾ അദ്ദേഹം ഈ മന്ത്രിമാരോട്, ഈ ചായ സൽക്കാരത്തിന് എത്തിയ മന്ത്രിമാരോട് പറഞ്ഞിട്ടുണ്ട്. ഈ വകുപ്പുകളിൽ ഉടൻ തന്നെ അവരുടെ ചുമതല ഏൽക്കണം. വകുപ്പുകളുമായി ബന്ധപ്പെട്ട 100 ദിന കർമ്മ പരിപാടികൾ തയ്യാറാക്കണം. ആ കർമ്മ പരിപാടികളുടെ അടിസ്ഥാനത്തിൽ
വളരെ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്ന വിധത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കേവല ഭൂരിപക്ഷത്തിന്റെ അകമ്പടിയില്ലാതെയാണ് BJP ഈ സർക്കാർ രൂപീകരിക്കാനായിട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ BJPയെ സംബന്ധിച്ച് ഉണ്ട്. ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നരേന്ദ്രമോദി കഴിഞ്ഞ 2 തവണ ഭരിച്ച രീതിയിൽ ഭൂരിപക്ഷത്തോട് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള എതിർപ്പ്, അവിടെ നല്ല സംഖ്യയുണ്ട്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവർക്ക് നല്ല സംഖ്യയുള്ള ഒരു സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് അത് പാർലമെന്റിന്റെ അകത്തും പുറത്തും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാകണം കേന്ദ്രമന്ത്രിസഭയിലെ പുതിയ അംഗങ്ങൾ എന്ന വിധത്തിലുള്ള സന്ദേശമാണ് നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. 7:15 അദ്ദേഹം ചുമതലയേൽക്കും. 7:15 അദ്ദേഹം ചുമതല ഏൽക്കുന്നതിന് തുടർച്ചയായിട്ട് തന്നെ ഈ മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങളായിട്ടുള്ള നിയുക്ത മന്ത്രിമാർ അവർ ചുമതലയേൽക്കും. ഏതാണ്ട് 45 മിനിറ്റ് മുതൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചടങ്ങുകൾ പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ കരുതാനായിട്ട് സാധിക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം രാഷ്ട്രപതി ഈ മന്ത്രിമാർക്ക് ഒരു ചായ സൽക്കാരം നടത്തുന്നുണ്ട്. BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ NDAയുടെ MP-മാർക്ക് ചായ സൽക്കാരം നടത്തുന്നുണ്ട്. അതായിരിക്കും ഇന്നത്തെ ഈ കാര്യപരിപാടികൾ. അതിനുശേഷം ഇതിനിടയിൽ ഒരു കേന്ദ്രമന്ത്രിസഭാ യോഗം, ഈ സത്യപ്രതിജ്ഞ നടന്നതിന് ശേഷം കേന്ദ്രമന്ത്രിസഭയുടെ ആദ്യ യോഗം നടക്കും. ആ യോഗത്തിൽ ഈ 100 ദിന കർമ്മ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം, അത് എല്ലാ വകുപ്പുകൾക്കും ബാധകമാക്കുന്ന തീരുമാനം കൈക്കൊള്ളും. വളരെ വേഗത്തിൽ ഈ 100 ദിന കർമ്മ പരിപാടികൾ നടപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ആഭ്യന്തര വകുപ്പ് അമിത്ഷാ തന്നെ കൈകാര്യം ചെയ്യും. നമ്മൾ ആ വകുപ്പുകളിലേക്ക് വരാം. ആർക്കെ തുടരുക. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്നത് സന്തോഷകരമായ വാർത്തയാണ്. കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഇതാദ്യമായി താമര ചിഹ്നത്തിൽ BJP ഒരു പ്രതിനിധിയെ ലഭിച്ചിരിക്കുന്നു. BJPക്ക് അത് കേരളത്തിൽ നിന്ന് ഇതാദ്യമായാണ് താമര ചിഹ്നത്തിൽ വിജയിച്ചുകൊണ്ട് ഒരു പ്രതിനിധി പാർലമെന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ 3ാം മോദി സർക്കാരിൽ കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ടാകുമെന്ന വിവരമാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിയാകും എന്നുള്ളതായിരുന്നു ആ വിവരം. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചതോടെ അമ്മയ്ക്കും ഭാര്യയ്ക്കുമൊപ്പം സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. ഉടൻ വസതിയിലെത്താൻ ആവശ്യപ്പെട്ട് നരേന്ദ്രമോദി വിളിച്ചുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഉള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും അല്പസമയം മുൻപ് നമ്മൾ കണ്ടു. പ്രതികരണത്തിലേക്ക് നമ്മൾ എത്തും. ആർക്കെ തുടരുന്നുണ്ട്. ആർക്കെ നേരത്തെ പറഞ്ഞു വന്നത് ഈ വകുപ്പുകൾ എന്ത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വകുപ്പുകളെ സംബന്ധിച്ച് നേരത്തെയൊക്കെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അതിൽ പ്രധാനികൾ മുൻപ് വഹിച്ചിരുന്ന അതേ വകുപ്പുകൾ തന്നെ അതിൽ തന്നെ തുടരുമെന്ന തരത്തിലേക്ക്, പ്രത്യേകിച്ച് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ അവരൊക്കെ ആ വകുപ്പുകൾ 2ാമൻ എന്ന തരത്തിലേക്ക് തന്നെ തുടരും എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ ആ തരത്തിലേക്ക് നമുക്ക് കൂടുതൽ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്, കേരളത്തിന് ലഭിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നതിലൊക്കെ എന്തെങ്കിലും നമുക്ക് വാർത്തകൾ നൽകാറായോ? അനുജ, കഴിഞ്ഞ തവണയും കേന്ദ്രമന്ത്രിസഭയിൽ 2ാമൻ അമിത്ഷാ ആയിരുന്നില്ല, 2ാമൻ രാജ്നാഥ് സിംഗ് ആയിരുന്നു. രാജ്നാഥ് സിംഗിന് ആയിരുന്നു മന്ത്രിസഭയിലെ 2ാമൻ എന്ന രീതിയിൽ പരിഗണിച്ചു വന്നത്. അമിത്ഷാ ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇത്തവണയും അദ്ദേഹം ആഭ്യന്തര വകുപ്പ് തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. ധനവകുപ്പിന്റെ കാര്യത്തിൽ നേരത്തെ ചില ആലോചനകൾ നടന്നിരുന്നു. അത് അമിതാഭ് കാന്തിനെ അടക്കം പരിഗണിച്ചുകൊണ്ടായിരുന്നു ആ ആലോചനകൾ നടന്നത്. പക്ഷേ അവസാനം നിർമ്മല സീതാരാമനിലേക്ക് തന്നെ ആ പേര് വീണ്ടും എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മല സീതാരാമൻ ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വിദേശകാര്യത്തിന്റെ കാര്യത്തിൽ S. ജയശങ്കർ, അദ്ദേഹം മന്ത്രി എന്ന രീതിയിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ള പേര് അദ്ദേഹത്തിന്റെ ഈ വിദേശകാര്യമന്ത്രി എന്ന രീതിയിൽ നേടിയെടുത്തതാണ്. അദ്ദേഹം ആ വകുപ്പിൽ തന്നെ തുടരും. പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളെ അതത് വകുപ്പുകളിൽ തന്നെ നിലനിർത്തി കൂടുതൽ ആ വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ തന്ത്രം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൃഷി അടക്കമുള്ള വകുപ്പുകളുടെ കാര്യത്തിൽ ഇക്കാര്യത്തിൽ JDU ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് JDUവിന്റെ അവകാശവാദത്തെ ഒരുപക്ഷെ റെയിൽവേയോ അല്ലെങ്കിൽ കൃഷിയോ നൽകിയായിരിക്കും ഇനി അത് പ്രതിനിധീകരിക്കുക.
ഒപ്പം മറ്റ് TDP അടക്കമുള്ള ഘടകകക്ഷികൾ ചോദിച്ചിരിക്കുന്ന TDPക്ക് IT അടക്കം നഗരകാര്യ വികസനം അടക്കമുള്ള ഈ നഗരകാര്യ വികസനം ഇപ്പോൾ TDPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ തലസ്ഥാനം രൂപീകരിക്കുന്നതിന് അടക്കം അമരാവതിയിൽ തലസ്ഥാനം രൂപീകരിക്കുന്നതിന് അടക്കം അതൊരു വലിയ നേട്ടമായി അവർക്ക് മാറും. അതുകൊണ്ട് ആ വകുപ്പ് ലഭിക്കണമെന്നുള്ള ഒരു താല്പര്യം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഹർദീപ് സിംഗ് പുരി നേരത്തെ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം പെട്രോളിയം വകുപ്പിലേക്ക് മാറി. ഹർദീപ് സിംഗ് പുരിയും ഈ ചുമതലയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹവും ഇത്തവണ ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പരിചയസമ്പന്നരായിട്ടുള്ളവരുണ്ട്, കൂടാതെ പുതുമുഖങ്ങളുണ്ട്. ഇവരെയെല്ലാം ഒത്തുചേർത്തുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം എന്നതാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ഥിരീകരിച്ച് നൽകാവുന്ന വിവരങ്ങൾ എന്നത് എന്തൊക്കെയാണ് എന്നതാണ് RK വിശദീകരിച്ചത്. സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും മന്ത്രിയാകുമെന്ന സ്ഥിരീകരിച്ച വിവരം അല്പസമയം മുൻപാണ് വന്നത്. രാവിലെ മുതൽ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ചായ സൽക്കാരത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നത് അല്പസമയം മുൻപാണ്. കേരളത്തിന് എല്ലാ കാര്യത്തിലും വലിയ പരിഗണന ലഭിക്കുമെന്നതിന്റെ ആദ്യ സൂചനയാണ് കേന്ദ്രമന്ത്രി സ്ഥാനങ്ങൾ എന്നാണ് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഇതിനോട് പ്രതികരിച്ചത്. പുതിയ ചുമതല ദൈവനിശ്ചയമാണ് എന്നായിരുന്നു ജോർജ് കുര്യന്റെ ഭാര്യ അന്നമ്മയുടെ പ്രതികരണത്തിലേക്ക്. അതവർക്ക് ഈ സ്ഥാനം കിട്ടിയില്ലെങ്കിലും സന്തോഷം ഉണ്ടാവും. അവർ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനാണ് അംഗീകാരം, സ്ഥാനത്തിനല്ല. ദൈവം ഓരോ കാര്യങ്ങളും ഓരോരുത്തരും ഏൽപ്പിക്കുന്നുണ്ട്. അത് എത്രമാത്രം അവർക്ക് സംതൃപ്തി ഉളവാക്കി ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമോ, അതിലൊക്കെയാണ് നേട്ടം. സ്ക്രീൻ പോയി. നിലവിൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നത് നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് അറിഞ്ഞതോടെ തൃശ്ശൂരിലെ BJP പ്രവർത്തകർ ആഘോഷം തുടങ്ങി. ആഹ്ലാദ പ്രകടനം നടത്തിയും വീടുകൾ തോറും കയറിയിറങ്ങി മധുരം വിതരണം ചെയ്തും പ്രവർത്തകർ ആഘോഷിക്കുകയാണ്. തൃശ്ശൂർ പൂരം, ഗതാഗത പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടനേകം വിഷയങ്ങളിൽ സുരേഷ് ഗോപി മാറ്റം കൊണ്ടുവരുമെന്ന് പ്രവർത്തകർ അവകാശപ്പെടുന്നു. തൃശ്ശൂരിൽ നിന്ന് ശ്രീകാന്ത് വിവരങ്ങൾ. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷ പ്രകടനം നടക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് BJP വീടുകൾ തോറും BJP പ്രവർത്തകർ കയറിയിറങ്ങി മധുര വിതരണമൊക്കെ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നഗരത്തിൽ വലിയ തോതിൽ ആഘോഷ പ്രകടനം നടക്കുന്നുണ്ട്. ഈ നാസിക് റോഡൊക്കെ പൊട്ടി സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അതോടൊപ്പം മുതിർന്നയാളുകളും അടക്കമുള്ളവർ നഗരത്തിൽ ഈ ആഘോഷത്തിൽ പങ്കുചേരുകയാണ്. അവർക്ക് 3 തരത്തിലാണ് അവരുടെ ഈ ആഘോഷം ഉള്ളത്. അതായത് ഒന്ന്, തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു. രണ്ടാമത്തേത് ജോർജ് കുര്യന്റെ രൂപത്തിൽ മറ്റൊരു മന്ത്രിസ്ഥാനം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 3, പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ സൗണ്ട് ഭയങ്കര കൂടുതലാണെങ്കിൽ നമുക്ക് എങ്ങനെയുണ്ട് ഈ ആഘോഷമൊക്കെ? വളരെ സന്തോഷം. ആദ്യമായിട്ടൊരു അത് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ഇരട്ടി സന്തോഷമാണ്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ച ഡിവിഷനാണ്. അപ്പൊ ഇതിന്റെ ആഘോഷം വേറെ ആയിരിക്കുമല്ലോ. എല്ലാവരും ഭയങ്കര ഉത്സാഹത്തിലാണ്, ആവേശത്തിലാണ്. അതായത് ഇരട്ട സന്തോഷമാണ്. അതായത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു, അതോടൊപ്പം ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാകുന്നു, ഒപ്പം നരേന്ദ്രമോദി വീണ്ടും 3ാമത് പ്രധാനമന്ത്രിയായി വരുന്നു. ആ സന്തോഷം തൃശ്ശൂരിൽ കാണാനുണ്ട്. അതെ, ഒരുപാട് സന്തോഷം. കാരണം സുരേഷിന്റെ കേന്ദ്രം ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി എന്നുള്ളത് മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു. അതെന്തായാലും ഇപ്പൊ നടക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ സന്തോഷം കൂടിയുണ്ട്. അപ്പൊ ഇത്രയധികം വോട്ടിന് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം കൂടിയുണ്ട്. ഇതിന്റെ പൂരനഗരി വലിയ പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഒരുപാട് ഐഡിയാസ് അദ്ദേഹം വികസന രേഖയിൽ കൂടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ അതെല്ലാം ഇനി നടക്കുമെന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. തീർച്ചയായും പൂരനഗരി വലിയ പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപിയുടെ ഈ സ്ഥാനലബ്ധിയിൽ. ഈ ആവേശം, ഇക്കാണുന്ന ആളുകളുടെ ആഘോഷം അത് സൂചിപ്പിക്കുന്നത് കൂടിയാണ്. ഇന്ന് മുഴുവൻ എന്തായാലും ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ ആഘോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അത് ഈ ഒരു മേഖലയിൽ മാത്രമല്ല, നഗരത്തിൽ മാത്രമല്ല, ഗ്രാമീണ മേഖലയിലടക്കം വലിയ ആഘോഷം ഇപ്പോഴും പുരോഗമിക്കുകയാണ്.
തൃശ്ശൂരിൽ വലിയ ആഘോഷമാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു എന്നതിന്റെ ആഘോഷം. വലിയ പ്രതീക്ഷയുണ്ട്. തൃശ്ശൂരിനായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകളുടെയൊക്കെ പ്രതികരണം. തത്സമയ കാഴ്ചകളാണ് ശ്രീകാന്ത് നൽകിയത്. നമ്മൾ കോട്ടയത്തേക്കാണ് ഇനി പോകുന്നത്. ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത്. ജോർജ് കുര്യന്റെ വസതിയിലാണ് ടോബി ഉള്ളത്. ടോബി, അല്പസമയം മുൻപ് നമ്മൾ ഭാര്യയുടെ ഒക്കെ പ്രതികരണം കൊടുത്തിരുന്നു. അപ്രതീക്ഷിതമാണ് ഈ മന്ത്രി പദവി എന്നുള്ളതാണ്. അറിയിച്ചിട്ടില്ല, വിളിച്ചറിയിച്ചിട്ടില്ല എന്നതാണ്. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സ്ഥിരീകരിക്കുന്നു. അദ്ദേഹം ചായ സൽക്കാരത്തിലൊക്കെ പങ്കെടുത്തു. ആ വാർത്തകളൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോഴും അവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിവരം വ്യക്തിപരമായി വിളിച്ചറിയിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. എന്തൊക്കെയാണ് അവരുടെ ഈ ഘട്ടത്തിലുള്ള പ്രതികരണം, അല്ലെങ്കിൽ ആദ്യ പ്രതികരണം എന്ന നിലയ്ക്ക് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും ഇതൊരു ദൈവനിശ്ചയം എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നേരിട്ട് വീട്ടിൽ വിളിച്ച് അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഈ ഒരു സ്ഥാനലബ്ധിയിൽ അമ്പരന്ന് നിൽക്കുകയാണ് കുടുംബം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും എല്ലാം തന്നെ ഇപ്പോഴാണ് ഇവിടേക്ക് ഈ ഒരു വിവരം അറിഞ്ഞ് ഓടിയെത്തുന്നത്. എന്തായാലും നമ്മളോടൊപ്പം BJP പ്രവർത്തകർ തന്നെ ഇവിടെയുണ്ട്. ഇങ്ങനൊരു സ്ഥാനലബ്ധി ഉണ്ടാകുമെന്ന് തീർച്ചയായും പ്രതീക്ഷിച്ചിട്ടില്ല എങ്കിലും പക്ഷേ ഞങ്ങൾ എല്ലാവരും തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം പാർട്ടിക്കിട്ടൊരു അംഗീകാരമാണ്. പാർട്ടിയുടെ ഒന്നുമില്ലാത്ത സമയത്ത് പോലും പാർട്ടിക്ക് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ജോർജ് ചേട്ടൻ. അദ്ദേഹത്തിന് കിട്ടിയ ഒരു അംഗീകാരത്തിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മണ്ഡലംകാരനും കൂടിയാണ് ശ്രീ ജോർജ് ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എല്ലാവരും സന്തോഷത്തിലാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ പ്രവർത്തകരും അല്പസമയത്തിനകം ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ഇവിടുത്തെ പഞ്ചായത്തിന്റെ BJP പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. വളരെ സന്തോഷമുണ്ട്. സാറിൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും പ്രവർത്തനത്തിൽ പോകാറുണ്ട്. സാറിന് ഡ്രൈവറായിട്ട് പോകാറുള്ള ആളാണ്. ഇത് വേണിച്ചേട്ടനും ഡ്രൈവറാണ്. വളരെയധികം സന്തോഷം. കാരണം നമ്മുടെ കാണക്കാരി പഞ്ചായത്തിന് തന്നെ അഭിമാനമാണ് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അഭിമാനമാണ്. തീർച്ചയായിട്ടും അതാണ്, വലിയ സന്തോഷത്തിലാണ്. ഒരുപക്ഷെ നേരത്തെ നമ്മൾ അനമ ചേച്ചി, അതായത് പത്നി പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു സ്ഥാനലബ്ധി ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല അദ്ദേഹം ഈ പ്രവർത്തന രംഗത്തേക്ക് വന്നത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ BJPയുടെ ഒരു തുടക്കം മുതൽ തന്നെ അദ്ദേഹം കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. മറ്റ് സ്ഥാനമാനങ്ങളൊന്നും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല. ന്യൂനപക്ഷ കമ്മീഷന്റെ അംഗമായി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ ഒരു ഘട്ടത്തിൽ ഒരു അംഗീകാരം കിട്ടിയതിൽ വലിയ സന്തോഷമാണ്. മക്കളൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞിരിക്കുന്നത്. വിദേശത്താണ് അവരുള്ളത്. അവരുമായി ഫോണിൽ സംസാരിച്ചു അന്നമ്മ ചേച്ചി, ഭാര്യ. അതിനുശേഷമാണ് അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ 3ാം സർക്കാരിന്റെ ആ ഒരു അധികാരത്തിലേറുന്ന ഒരു നിമിഷം നേരിട്ട് കാണാൻ വേണ്ടി ഇവിടെ നിന്നും പോയതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അതിന്റെ ഭാഗമാകാൻ സാധിക്കുമെന്ന് ടോബി, ഇപ്പോൾ രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത നൽകിയിരുന്നു ജോർജ് കുര്യന് സാധ്യതയുണ്ട് എന്നത്. അതിനുശേഷമാണ് ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത ചിത്രങ്ങളടക്കം നമ്മളൊക്കെ പോലുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അപ്പോൾ ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു എന്ന് തന്നെയാണോ അന്നമ്മ പറയുന്നത്? തീർച്ചയായിട്ടും അനുജ, അപ്രതീക്ഷിതമായിരുന്നു. ഒരു വിവരം പോലും, അതായത് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ദില്ലിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു സ്ഥാനലബ്ധി ഉണ്ടാകുമെന്ന് ഒരു തരത്തിലുള്ള സൂചനകൾ പോലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നമ്മ ചേച്ചിയും ഈ കാര്യം ഒന്നും അറിഞ്ഞിരുന്നില്ല. ഏറെക്കാലം മിലിറ്ററിക്ക് വേണ്ടി നഴ്സായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. രാജ്യത്തിന് വേണ്ടി സേവനം അർപ്പിച്ച ഒരു വ്യക്തിയാണ് അവരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനലബ്ധിയിൽ അവർ വലിയ സന്തോഷത്തിലാണ്. ഇതിനോടകം തന്നെ നമ്മളോട് അവർ പ്രതികരിച്ചു. മാധ്യമങ്ങളെല്ലാം തന്നെ അവരുടെ വാക്കുകൾ ഇതിനോടകം തന്നെ ലഭ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഒരു സന്തോഷം അവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഔദ്യോഗികമായിട്ട് അദ്ദേഹമോ ജോർജ് കുര്യൻ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞൊരു വിവരം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. മക്കൾ വിളിച്ചു, വിദേശത്താണ് മക്കളൊക്കെ ഉള്ളത്, അവർ വിളിച്ചു സംസാരിച്ചു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അന്നമ്മ ചേച്ചിയും ഈ കാണക്കാരിയിലെ വസതിയിൽ. അനുജ, അതാണ്, അപ്രതീക്ഷിതമാണ്. അവരിപ്പോൾ മധുരം നൽകിയൊക്കെ ആഹ്ലാദം പങ്കിടുകയാണ്. മക്കൾ വിദേശത്താണുള്ളത്. മക്കളുമായി അന്നമ്മ, ഭാര്യ സംസാരിക്കുന്നു. എന്നാൽ ജോർജ് കുര്യന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു ഫോൺ കോൾ എത്തിയിട്ടില്ല എന്നതാണ്. തീർത്തും അപ്രതീക്ഷിതമായൊരു സ്ഥാനലബ്ധി എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ പ്രതികരണം. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ മുതൽ തന്നെ സുരേഷ് ഗോപിയുടെ വസതി കേന്ദ്രീകരിച്ച് MG പ്രതീഷ് റിപ്പോർട്ട് നൽകുന്നുണ്ടായിരുന്നു. പ്രതീഷ്, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിലൊക്കെ ആദ്യം ഒരു അവ്യക്തതയുണ്ടായിരുന്നു. നമുക്കറിയാം അദ്ദേഹം മന്ത്രിസഭ
മന്ത്രിസഭയിലേക്ക് എത്തുമോ, അദ്ദേഹത്തിന് സിനിമയിൽ ചില കമ്മിറ്റ്മെൻറ്റുകളുണ്ട്, 4 സിനിമകൾ പൂർത്തിയാക്കാനുണ്ട് എന്നൊക്കെയുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തുമോ പോകുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ അവ്യക്തത. പക്ഷേ വളരെ പെട്ടെന്നാണ് അദ്ദേഹം പോകുമെന്ന് 24-നെ തന്നെയാണ് ആദ്യം പറയുന്നത്. പിന്നീട് അദ്ദേഹം വിമാനത്തിൽ യാത്ര തിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ അവ്യക്തതയെല്ലാം വളരെ പെട്ടെന്ന് നീങ്ങിയത് എങ്ങനെയാണ്? നരേന്ദ്രമോദി വീണ്ടും അദ്ദേഹവുമായി സംസാരിച്ചതേ തുടർന്നാണോ ആ അവ്യക്തത നീങ്ങിയത്? അനുജ, തീർച്ചയായും. കാരണം രാവിലെ മുതൽ തന്നെ കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് രാവിലെ 6 മണിയോടുകൂടി സുരേഷ് ഗോപി വിമാനത്താവളത്തിൽ ഡൽഹിയിലേക്ക് തിരിക്കുമെന്നതായിരുന്നു ലഭിച്ചിരുന്ന അറിയിപ്പ്. പക്ഷേ ആ സമയത്ത് സുരേഷ് ഗോപി വിമാനത്താവളത്തിൽ എത്തിയില്ല. പിന്നീടാണ് ഡൽഹിയിലേക്ക് ഇല്ല എന്നുള്ള ഒരു വാർത്ത എത്തിയത്. ഇതിന് പിന്നാലെ തന്നെ ഈ സുരേഷ് ഗോപിയുടെ ശാസ്തമംഗലത്തെ വീട്ടിൽ മാധ്യമപ്രവർത്തകർ എത്തിയിരുന്നു. പക്ഷേ അവിടെ എത്തുമ്പോഴും കൃത്യമായൊരു മറുപടി സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നോ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. വീട് പോലും അടച്ചിട്ട അവസ്ഥയിലായിരുന്നു. സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് ഏറെക്കുറെ പ്രചരിച്ച കാര്യം. പക്ഷേ വളരെ പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം തന്നെ മാറിമറിഞ്ഞത്. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ നേരിട്ട് വിളിക്കുകയും ഡൽഹിയിലേക്ക് എത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. പിന്നീടാണ് വളരെ പെട്ടെന്ന് തന്നെ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ടത് സുരേഷ് ഗോപി ചില ആശങ്കകൾ നേരത്തെ തന്നെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അത് നേരത്തെ ഏറ്റെടുത്ത സിനിമകൾ ചിത്രീകരിക്കാനുണ്ട്, അത് പൂർത്തീകരിക്കാനുണ്ട്. കേന്ദ്ര മന്ത്രിപദം ഏറ്റെടുത്താൽ ഈ സിനിമകൾ പൂർത്തീകരിക്കുന്നതിൽ തടസ്സമുണ്ടാകും. അതുകൊണ്ട് തന്നെ താൻ കേന്ദ്ര മന്ത്രിപദത്തിലേക്ക് ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ഈ ദേശീയ നേതൃത്വത്തോട് സുരേഷ് ഗോപി അറിയിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായി, അല്ലെങ്കിൽ അവസാന നിമിഷമാണ് നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ഫോണിൽ വിളിക്കുകയും എത്രയും വേഗം ഡൽഹിയിലേക്ക് എത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിയും അമ്മയും ഭാര്യയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചത്. മോദി എത്രയും വേഗം എത്താൻ പറഞ്ഞു, താൻ പോകുന്നു എന്നുള്ളൊരു പ്രതികരണം മാത്രമാണ് വീട്ടിലും പിന്നീട് എയർപോർട്ടിലും സുരേഷ് ഗോപി നടത്തിയത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത് താനല്ല എന്നും ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് മാത്രമേ അറിയാൻ കഴിയൂ എന്നുമാണ് സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ കേന്ദ്ര മന്ത്രിപദം ഏകദേശം ഉറപ്പായതാണ്. പക്ഷേ അവസാന നിമിഷമാണ് ചില ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ ചില സസ്പെൻസുകൾ ഈ കേന്ദ്ര സ്ഥാനവുമായി ബന്ധപ്പെട്ട ഉണ്ടായത്. സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ ഡൽഹിയിലേക്ക് ഇല്ല എന്ന ആ ഒരു ഘട്ടം വരെ എത്തിയ സമയത്താണ് സുരേഷ് ഗോപി വളരെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചതും പിന്നീട് ഇപ്പോൾ കേന്ദ്ര മന്ത്രിപദത്തിലേക്ക് എത്താൻ പോകുന്നതും. ഈ വകുപ്പുകൾ സംബന്ധിച്ച് മാത്രമാണ് ഇനിയൊരു തീരുമാനം ഉണ്ടാകാനുള്ളത്. ഒപ്പം ക്യാബിനറ്റ് പദവി ലഭിക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും വലിയ തരത്തിലൊരു ആഹ്ലാദം ഇതിനോടകം തന്നെ BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പല ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തൃശ്ശൂരിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം സുരേഷ് ഗോപി വിജയിച്ചു. BJPക്ക് ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായി. അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന നേരത്തെ തന്നെ കേരളത്തിന് BJP ദേശീയ നേതൃത്വം കരുതി വെച്ചതാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ ചില നിലപാടുകൾ അല്ലെങ്കിൽ ഇക്കാര്യത്തിലെ ചില ആശങ്കകളാണ് ഈ അനിശ്ചിതത്വങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും എന്തായാലും നിലവിൽ ഇടയാക്കിയിരുന്നത്. പക്ഷേ ഈ ആശങ്കകളെല്ലാം അവസാനിച്ചിരിക്കുന്നു. സുരേഷ് ഗോപി ഡൽഹിയിലെത്തി മാധ്യമപ്രവർത്തകരോടും പ്രതികരിച്ചത് ഈ മറ്റു വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ താനല്ല എടുക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ മറ്റ് അവ്യക്തതകളോ ആശങ്കകളോ ഒന്നും തന്നെ ഇല്ല. നിലവിൽ 2 മന്ത്രിമാർ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആഹ്ലാദവും എല്ലാം തന്നെ BJP പ്രവർത്തകർക്കും ഇപ്പോഴുണ്ട്. അതെ, അല്പസമയത്തിനകം, അതായത് 7:15 ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ നടക്കുക. നരേന്ദ്രമോദിക്കൊപ്പം കേരളത്തിൽ നിന്ന് 2 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. അത് സുരേഷ് ഗോപിയും ഒപ്പം ജോർജ് കുര്യനുമാണ്. തിരികെ ന്യൂസ് ഈവനിംഗിലേക്ക്. നരേന്ദ്രമോദി 3-ാം ഊഴം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. കൃത്യം 7:15 രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ. പ്രത്യേക ന്യൂസ് ഈവനിംഗ് ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആർ രാധാകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ആർക്കെ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യന്റെ പേര് കൂടി വരുമ്പോൾ അത് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തെ പാർട്ടിയോട് അടുപ്പിക്കാൻ വളരെയധികം കഴിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പോടെ എന്നുള്ളത് സുരേഷ് ഗോപിക്കൊക്കെ തൃശ്ശൂരിൽ നിന്ന് ലഭിച്ച വോട്ടുകൾ തന്നെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ ആ തരത്തിലേക്ക് ഈ ന്യൂനപക്ഷ വിഭാഗത്തെ അടുപ്പിക്കുക, അവരെ കൂടുതൽ അടുപ്പിച്ച് നിർത്തുക എന്നൊരു തന്ത്രം, അങ്ങനെ വളരെ സമർത്ഥമായൊരു പൊളിറ്റിക്കൽ തന്ത്രം എന്ന തരത്തിലേക്ക് കൂടി നമ്മൾ ഇതിനെ കാണണ്ടേ? ആർക്കെ, ഞാൻ ചോദിച്ചത് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാന ലബ്ധിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ നിന്ന് ലഭിച്ച വോട്ടുകളൊക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണവുമാണ്. ആ തരത്തിലേക്ക്
ഒരു സമർത്ഥമായ തന്ത്രം, രാഷ്ട്രീയ തന്ത്രം കൂടിയല്ലേ ജോർജ് കുര്യന്റെ മന്ത്രി സഭയിലേക്കുള്ള എൻട്രി? തീർച്ചയായിട്ടുമാണ് അനുജ. കാരണം BJPയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ അവരുടെ മോഹങ്ങൾ വളരെ വലുതാണ്. ദക്ഷിണേന്ത്യയിൽ ഇനി BJPക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കേണ്ട ഇടങ്ങൾ തമിഴ്നാടും കർണാടകവുമാണ്. ഗോവ, ഈ ക്രൈസ്തവ സ്വാധീനമുള്ള ഗോവ അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP ഇതിനകം തന്നെ അവരുടെ വേരുകൾ ആഴ്ത്തിയിട്ടുണ്ട്. എന്നിട്ടും കേരളത്തിൽ അതിനവർക്ക് സാധിച്ചിരുന്നില്ല. കേരളത്തിൽ അതിന് സാധിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും വലിയ രീതിയിലുള്ള ഇടപെടലുകളും ഒക്കെ നടത്തിയിട്ടും അതിന് സാധിക്കാതെ പോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ന്യൂനപക്ഷ സമുദായാംഗങ്ങൾ സ്വീകരിക്കുന്ന BJP വിരുദ്ധ നിലപാടാണ്. ഇത് BJP തിരിച്ചറിഞ്ഞിരുന്നു. രണ്ടാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഘട്ടം മുതൽ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അത് തിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. ഈ ഒന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമയത്ത് അൽഫോൻസ് കണ്ണന്താനത്തെ അടക്കം മന്ത്രി സഭയിലേക്ക് എത്തിച്ചുകൊണ്ട് നടത്തിയ നീക്കം അത് പക്ഷെ അന്ന് അത്ര വിധത്തിൽ ഫലിച്ചില്ല. പക്ഷേ അതിന് തുടർ ചലനങ്ങൾ എന്ന വിധത്തിൽ BJP വളരെ കൃത്യമായിട്ട് എല്ലാ രീതിയിലും ഈ ക്രൈസ്തവ സമൂഹങ്ങളുമായിട്ട് ഇടപെടുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്രിസ്തുമസ് ദിവസം അടക്കം ഉൾപ്പെടെ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് എത്തുകയും അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത കാര്യം നമുക്കറിയാം. അതിനെല്ലാം ഉപരിയാണ് ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്രിസ്തുമസ് ദിവസം സംഘടിപ്പിച്ച വിരുന്ന് ക്രൈസ്തവ സമൂഹത്തിലെ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളെ ക്ഷണിച്ചു വരുത്തി അവർക്ക് വിരുന്ന് നൽകുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ക്രൈസ്തവ വികാരങ്ങൾക്ക് ഒപ്പം ക്രൈസ്തവ ചിന്തകൾക്ക് ഒപ്പം നിൽക്കാനായി കേരളത്തിൽ തങ്ങൾ ഉണ്ടാകും, തങ്ങൾക്ക് അതിന് സാധിക്കും എന്നാണ് BJP ഇതുവഴി വരുത്തി തീർത്തത്. മാത്രമല്ല വളരെ ഈ മാർക്ക് ക്രിസോസ്റ്റോക്കെ ഉണ്ടായിരുന്ന സമയത്ത് മുതൽ തുടങ്ങിയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഈ ഫലത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ക്രിസ്മസിന് ശേഷം നിരന്തരമായിട്ടുള്ള സമ്പർക്കം കേരളത്തിലെ ക്രൈസ്തവ സഭകളുമായിട്ട്, അത് വ്യത്യസ്ത സഭകളുമായിട്ടും അതിൻ്റെ നേതാക്കന്മാരുമായിട്ടും യുവജന സംഘടനകളുമായിട്ട് പോലും നടത്തി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനെല്ലാം രണ്ട് നേതാക്കന്മാർ കേരളത്തിൽ വലിയ രീതിയിൽ ഇതിന് BJPക്കും ഈ ക്രൈസ്തവ സമൂഹത്തിനും ഇടയിൽ പാലം പോലെ വർത്തിച്ചു. അതിൽ ഒരാൾ ജോർജ് കുര്യൻ ആയിരുന്നു. ജോർജ് കുര്യൻ എന്നയാൾ, അത് അദ്ദേഹം BJPയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ആദ്യകാലം മുതൽ തന്നെയാണ്. ഒരുപക്ഷെ കോട്ടയത്ത് നിന്ന് വരുന്ന ക്രൈസ്തവ മതവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ച് BJPയുടെ ഭാഗമാവുക എന്ന് എല്ലാവരും അങ്ങനെ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഒരു കാലത്താണ് ജോർജ് കുര്യൻ BJPയുടെ ഭാഗമാവുകയും BJPയുടെ സംഘടനാ ഘടകങ്ങളുടെ നേതൃത്വത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയുള്ള ജോർജ് കുര്യനെ സംബന്ധിച്ച് BJP ദേശീയ നേതൃത്വത്തിന്റെ ഒരു വിശ്വസ്തൻ എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം വലിയ രീതിയിൽ ശ്ലാഘിക്കപ്പെടുകയും ചെയ്തു. ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് ആണ് ജോർജ് കുര്യൻ എന്ന പേരിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ജോർജ് കുര്യൻ എന്ന പേരിലേക്കല്ലായിരുന്നു BJP നേതൃത്വം ആദ്യം പരിഗണിച്ചത്. അത് അനിൽ ആന്റണിയെ ആദ്യം പരിഗണിച്ചു, ഒപ്പം അബ്ദുള്ളക്കുട്ടിയെ പോലും പരിഗണിച്ചു ഒരു ഘട്ടത്തിൽ. അതിനുശേഷമാണ് ജോർജ് കുര്യനിലേക്ക് എത്തുന്നത്. കാരണം ആ പരിഗണിച്ച പേരുകളിൽ പലതിനും ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ടോം വടക്കന്റെ അടക്കമുള്ള പേരുകളും പറഞ്ഞു കേട്ടിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ആ പേരുകൾക്കെല്ലാം ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു പോരായ്മയുണ്ടായിരുന്നു. എന്നാൽ എല്ലാ വിധത്തിലുള്ള അനുകൂല ഘടകങ്ങളും ഒപ്പം കേരളത്തിലെ ദീർഘകാലമായിട്ടുള്ള സംഘപരിവാറിന്റെ സഹയാത്രികൻ എന്ന രീതിയിൽ ജോർജ് കുര്യൻ ഉണ്ടാക്കിയെടുത്ത മേൽവിലാസവും അദ്ദേഹത്തിന് അനുഗ്രഹമാവുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ സഭയിലേക്ക് എത്തുന്നത്. എല്ലാ സഭാ വിഭാഗങ്ങളും ജോർജ് കുര്യന്റെ പ്രവേശനത്തെ സ്വീകരിക്കുന്ന രീതിയിലാണ് BJP നേതൃത്വത്തോട് പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ ജോർജ് കുര്യൻ ഈ പദവിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന് ഈ പദവിയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ചുമതലകൾ തീരുന്നില്ല. അദ്ദേഹത്തിന് വലിയ ചുമതലകളാണ് ഇനി. അതെ, നമുക്കറിയാം ഇപ്പോ കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് 2 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ഒരു സീറ്റ് പോലും ഇല്ലാത്ത സമയത്ത് 2 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു വിജയം കൂടി ഉണ്ടായിരിക്കുമ്പോൾ അത് ഒരു മന്ത്രി എന്നുള്ളതിൽ ഒതുക്കരുത് എന്നത് കൂടി ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക്
തീർച്ചയായിട്ടും ഒരു ബോണസ് എന്ന രീതിയിൽ തീർച്ചയായിട്ടും അതിനെ പരിഗണിക്കാം. കാരണം ഈ സുരേഷ് ഗോപിയുടെ മന്ത്രിപദം അത് വരുന്നതും ഈ തൃശ്ശൂരിന്റെ അക്കൗണ്ടിൽ തന്നെയാണ്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു സമ്മാനം എന്ന വിലയിരുത്തൽ തന്നെയാണ് BJP ദേശീയ നേതൃത്വം നടത്തുന്നത്. ഇതിന് മറ്റൊരു രാഷ്ട്രീയ വശം കൂടി ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലാണ് കേരളത്തെക്കാൾ കൂടുതൽ BJP അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണം ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അത് ഈ നമ്മുടെ പാർലമെന്റിന്റെ ഉദ്ഘാടന സമയം മുതൽ ഈ ചെങ്കോൽ സ്ഥാപിച്ചത്, അതിന് തൊട്ടു മുമ്പ് തന്നെ കാശിയിൽ നടത്തിയ തമിഴ് സംഗമം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്ത് നടത്തിയ തമിഴ് സംഗമം ഒക്കെ കാശിയിലൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വളരെ വലുതായിരുന്നു. ഒരുപക്ഷെ മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് 80കളുടെ സമയത്ത് ഉള്ള രീതിയിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് ഈ സംഘപരിവാർ സംഘടനകൾക്ക് സാധിക്കും, അവിടെ അതിനുള്ള വേരുകൾ ആഴ്ത്താനായി അവർക്ക് സാധിക്കും എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രമിച്ചത്. പക്ഷേ തമിഴ്നാട്ടിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ അനുകൂലമായിട്ട് വന്നില്ല. ഇത് BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയാണ്. എന്നാൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ബലം നൽകുന്ന വിധത്തിലായിരുന്നു കേരളത്തിൽ നിന്നും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തമിഴ്നാടിനേക്കാൾ കൂടുതൽ വേഗത്തിൽ കേരളത്തിൽ വേരുകൾ ആഴ്ത്താനായിട്ട് BJPക്ക് സാധിക്കും എന്നൊരു തിരിച്ചറിവാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് BJP ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ തമിഴ്നാടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി അണ്ണാമലയുടെ പേര് ആദ്യം കേട്ടിരുന്നു, പക്ഷെ പിന്നീട് അണ്ണാമലൈ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്ന തരത്തിലേക്കാണ് വിവരങ്ങൾ വരുന്നത്. എൽ മുരുകൻ ഒരുപക്ഷെ മന്ത്രിസഭയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ. നമുക്കിതിൽ എന്താണ് സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുന്ന വിവരം? അനൗദ്യോഗികമായിട്ട് നമ്മൾ അറിയുന്ന കാര്യം ഉണ്ട് ഇതിന് അനുബന്ധമായിട്ട്. കാരണം അണ്ണാമലെ വളരെ ശക്തമായിട്ട് സ്വീകരിച്ച നിലപാടുകളാണ് AIADMKയും BJPയും തമ്മിൽ അവസാന ഘട്ടത്തിൽ ഏതാണ്ട് യാഥാർത്ഥ്യമാകേണ്ടി വന്നിരുന്ന ഒരു സഖ്യം ഇല്ലാതായി പോയത് എന്ന വിമർശനം AIADMK ഉയർത്തിയിട്ടുണ്ട്. AIADMK അതിന് നൽകുന്ന സൂചന തങ്ങൾ BJPയോടൊപ്പം നിൽക്കും എന്നതിന്റെ ഒരു സൂചന തന്നെയാണ് അവർ നൽകുന്നത്. പക്ഷേ അണ്ണാമല ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ അണ്ണാമല സ്വീകരിച്ച ആ നിലപാടിനെ ദേശീയ നേതൃത്വം അങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്ന ഇടത്തോളം കാലം അതിന് സാഹചര്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചില സംഖ്യകൾ BJPയെ സംബന്ധിച്ച് അനിവാര്യമാണ്. MP-മാരുടെ എണ്ണം അതൊന്നാണെങ്കിൽ പോലും BJP പക്ഷത്തോട് അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അണ്ണാമലയ്ക്ക് സംഘടനാപരമായിട്ടുള്ള ചുമതല തമിഴ്നാട്ടിൽ തുടർന്നും നൽകിക്കൊണ്ട് എൽ മുരുകനെ ദേശീയ തലത്തിൽ, കഴിഞ്ഞ തവണ അദ്ദേഹം മന്ത്രിയായിരുന്നു, കഴിഞ്ഞ തവണ അദ്ദേഹം ഈ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ സഹമന്ത്രിയായിട്ട് പ്രവർത്തിച്ച് വരികയായിരുന്നു. അദ്ദേഹത്തെ വീണ്ടും ഇവിടെ തുടരാൻ അനുവദിക്കുക എന്നൊരു നയമാണ് BJP സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ഉള്ള ഒരു നീക്കമാണ് നേരത്തെ നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനം ലഭിച്ചത്. അണ്ണാമലൈ അവസാന നിമിഷം വരെ, പ്രത്യേകിച്ച് വളരെ അടുപ്പം ഉള്ളതാണ് അണ്ണാമലയായിട്ടും അമിത്ഷായുമായിട്ടും. അമിത്ഷായുടെ പല നിർദ്ദേശങ്ങളും നടപ്പാക്കുന്നതിൽ അണ്ണാമലൈ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു എന്ന അഭിപ്രായവും ദേശീയ നേതൃത്വത്തിനുണ്ട്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ എൽ മുരുകൻ അണ്ണാമലയ്ക്കായി ഒരു ഉചിത ചോയ്സ് എന്ന രീതിയിലേക്കാണ് BJP ദേശീയ നേതൃത്വം തെരഞ്ഞെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ എൽ മുരുകനെ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് എൽ മുരുകൻ തമിഴ്നാട്ടിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നേടും എന്ന വിവരം കൂടി R രാധാകൃഷ്ണൻ നൽകുന്നു. നമ്മൾ വേഗം എത്തും ഒരു ചെറിയ ഇടവേള എടുത്തതിനു ശേഷം. തിരികെ ന്യൂസ് ഈവനിംഗിലേക്ക്. കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെട്ടതിന് പിന്നാലെ ജോർജ് കുര്യൻ V മുരളീധരന്റെ വീട്ടിലെത്തി. സുനേരി ബാഗിലെ വസതിയിലാണ് കൂടിക്കാഴ്ച. K സുരേന്ദ്രൻ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള നേതാക്കളും വസതിയിലെത്തിയിട്ടുണ്ട്. R അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഇപ്പോഴും അദ്ദേഹം V മുരളീധരന്റെ വസതിയിൽ തന്നെയാണോ ഉള്ളത്? അനുജ, തീർച്ചയായിട്ടും ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോഴും ജോർജ് കുര്യനും അതുപോലെ തന്നെ V മുരളീധരൻ്റെ വസതിയിൽ, ഡൽഹിയിലെ സുനേരി ബാഗിലെ വസതിയിൽ ഈ V മുരളീധരനും K സുരേന്ദ്രൻ, മറ്റ് കേരളത്തിൽ നിന്നുള്ള നേതാക്കളായിട്ടുള്ള S സുരേഷ്, VV രാജേഷ് അടക്കമുള്ളവരും ഇവിടെയുണ്ട്. ഒരു കൂടിക്കാഴ്ച അത് ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുകയാണ്. അതായത് മൂന്നാം മോദി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ജോർജ് കുര്യൻ ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണം ലഭിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ സുനേരി ബാഗിലെ വസതിയിലെത്തിയത്. തുടർന്നാണ് ഈ ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ നടത്തുന്നത്. ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് ഏതാണ്ട് 6 മണിയാകുമ്പോൾ ഒരുമിച്ചായിരിക്കും V മുരളീധരനും K സുരേന്ദ്രനും അതുപോലെ തന്നെ ജോർജ് കുര്യനും ഒരുമിച്ചായിരിക്കും രാഷ്ട്രപതി ഭവനിലെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പോവുക. എന്തായാലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത്. അതായത് ഈ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ജോർജ് കുര്യൻ ഒരു മന്ത്രിസ്ഥാനം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്.
2 മലയാളികൾക്കാണ് ഇടം ലഭിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നത്. മറ്റൊന്ന് സുരേഷ് ഗോപിക്കാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചകൾ, അതായത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇതിൻ്റെ ഭാഗമായി ഉടലെടുക്കുമെന്നതിൽ സംശയമില്ല. അതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളും ഇതിൻ്റെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. 6 മണിയോടുകൂടി ഈ മൂവരും ഒരുമിച്ചായിരിക്കും ഇവിടെ നിന്ന് സത്യപ്രതിജ്ഞ വേദിയിലേക്ക് പോവുക എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുകയാണ് ഈ കൂടിക്കാഴ്ച. പെട്ടെന്നുള്ള ഒരു ഇവിടേക്ക് എത്തുകയായിരുന്നു അദ്ദേഹം, ജോർജ് കുര്യൻ. അതിനുശേഷം പല കേരളത്തിലെ നേതാക്കൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ പല കേരളത്തിൽ നിന്നുള്ള നേതാക്കളും എത്തിച്ചേർന്നു. സ്ഥാനാർത്ഥികളായിട്ടുള്ള പ്രബുൽ കൃഷ്ണ ഇവിടെ വന്നിരുന്നു. കെ സുരേന്ദ്രൻ രാവിലെ തന്നെ ഈ വസതിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് ഏതാണ്ട് പറഞ്ഞാൽ ചില രാഷ്ട്രീയ ചർച്ചകൾ അത് ഈ സുനേരി ബാഗിലെ വസതി കേന്ദ്രീകരിച്ച് പുരോഗമിക്കുകയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. രാവിലെ മുതൽ തന്നെ അത്തരം നീക്കങ്ങൾ, രാഷ്ട്രീയ ചർച്ചകൾ ഈ വസതി കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിപ്പോൾ ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം അടക്കം ലഭിച്ചൊരു സാഹചര്യത്തിൽ കുറച്ചുകൂടി ഇതിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടായേക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു പക്ഷേ പ്രതികരണം ഉണ്ടായേക്കാം. നേരത്തെ ഈ കേരളത്തിൽ നിന്നുള്ള നേതാക്കളോട് സംസാരിക്കും അവർ പറഞ്ഞത് ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം തരാം എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിലവിൽ പ്രതികരിക്കാനില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയുണ്ടായി. എന്തായാലും ഇതിനെല്ലാം ഒടുവിൽ ഒരു പ്രതികരണം അത് ലഭിക്കുമെന്നാണ് കരുതുന്നത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വസതിയിലാണ് നിയുക്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എത്തിയത്. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള നേതാക്കളും അവിടെയുണ്ട്. അവർ ഒരുമിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി അല്പസമയത്തിനകം അവിടെ നിന്ന് തിരിക്കും എന്നുള്ള വിവരമാണ് ആർ അച്യുതൻ വി മുരളീധരന്റെ വസതിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ന്യൂനപക്ഷ സമുദായക്കാർക്കിടയിൽ BJPയുടെ സാന്നിധ്യം വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് ജോർജ് കുര്യനെ BJP കേന്ദ്രമന്ത്രിസഭയിൽ എത്തിച്ചിരിക്കുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായി നിയമിതനായ ആദ്യ മലയാളിയും BJPയുടെ ആദ്യ ക്രിസ്ത്യൻ സംസ്ഥാന ഉപാധ്യക്ഷനുമായിരുന്നു ജോർജ് കുര്യൻ. കേരളത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിൽ BJPയുടെ എക്കാലത്തെയും വലം കൈയായിരുന്നു കോട്ടയം കാണക്കാരി സ്വദേശിയായ ജോർജ് കുര്യൻ. കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള 2ാം മന്ത്രിയായി ജോർജ് കുര്യനെ തെരഞ്ഞെടുത്തത് ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ സംഘപരിവാർ സംഘടനയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിച്ച നേതാവ് എന്ന നിലയിലാണെന്ന് വ്യക്തം. വിദ്യാർത്ഥിക്കാലം മുതൽ തന്നെ സംഘപരിവാർ സംഘടനകളോട് ആഭിമുഖ്യം പുലർത്തിയ ജോർജ് കുര്യൻ യുവമോർച്ചയിലൂടെയാണ് BJPയിലെത്തിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ BJP മത്സരിപ്പിച്ചത് ജോർജ് കുര്യനെയായിരുന്നു. 15,000-ഓളം വോട്ട് നേടി 3ാം സ്ഥാനത്തെത്തിയ ജോർജ് കുര്യന് മണ്ഡലത്തിൽ BJPയുടെ വോട്ട് വിഹിതം 6% വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. BJPയുടെ കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമാണ് ജോർജ് കുര്യൻ പുലർത്തുന്നത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിയാണ് 2017 മേയിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ മലയാളി ഉപാധ്യക്ഷനായി ജോർജ് കുര്യനെ നിയമിച്ചത്. BJP നേതൃത്വത്തിനിടയിലും ക്രൈസ്തവ നേതൃത്വത്തിനിടയിലുമുള്ള സംവാദങ്ങളിൽ ഒരു പാലമായി പ്രവർത്തിച്ച ജോർജ് കുര്യൻ സംഘടനയിലെ ഏറ്റവും ശക്തനായ ന്യൂനപക്ഷ സമുദായാംഗങ്ങളിൽ ഒരാളാണ്. ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ BJPയുടെ ശക്തനായ വക്താവെന്ന നിലയിൽ ശ്രദ്ധേയനായ ജോർജ് കുര്യൻ ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ ദേശീയതലത്തിൽ ചർച്ചയാകുന്നതിലും നിർണായക പങ്കാണ് വഹിച്ചത്. അൽഫോൺസ് കണ്ണന്താനത്തിനു ശേഷം കേരളത്തിൽ നിന്ന് NDA ഭരണത്തിൽ ഇടം നേടുന്ന 2ാമത്തെ ന്യൂനപക്ഷ നേതാവാണ് ജോർജ് കുര്യൻ. കൊച്ചി നേവൽ ബേസിൽ ലഫ്റ്റനന്റ് കേണലായിരുന്ന OT അന്നമ്മയാണ് ഭാര്യ. ആദർശ്, ആകാശ് എന്നിവർ മക്കളാണ്. റിസർച്ച് ഡെസ്ക് 24. നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പങ്കെടുക്കും. പാർട്ടിയിലും ഇന്ത്യ മുന്നണിയിലും ആലോചിച്ചാണ് തീരുമാനമെടുത്തത്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. ആർക്കെ, പ്രതിപക്ഷം പങ്കെടുക്കുന്നതിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധി പങ്കെടുക്കുന്നതിലൊക്കെ വലിയ അവ്യക്തതയുണ്ടായിരുന്നു. ഇപ്പോൾ ഖർഗെ പങ്കെടുക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. മറ്റാരെങ്കിലും സഖ്യകക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടോ? മമതാ ബാനർജി ആദ്യം തന്നെ പങ്കെടുക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അനുജ, ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യ മുന്നണി നിഷേധാത്മകമായിട്ടുള്ള സമീപനം സ്വീകരിക്കേണ്ട എന്ന ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. ഘടകകക്ഷികൾക്ക് ആർക്കെങ്കിലും ഈ സഭയിൽ ഇതിന്റെ ഭാഗമായിട്ട് ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിന് ഒരു വിലക്കും ഉണ്ടാകില്ല. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കും. മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കാനായിട്ടുള്ള തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുണ്ട്. നേരത്തെ തീരുമാനിച്ചിരുന്നത് ഒരുപക്ഷെ ഈ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ മുൻകൂറായി തന്നെ മമതാ ബാനർജി ഇത്തരത്തിലുള്ള
ഈ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. തുടർന്നാണ് മറ്റു പാർട്ടികളും ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിൽ നിലപാട് സ്വീകരിച്ചത്. എന്നാൽ തുടർന്ന് കൂടിയാലോചനകൾ ഉണ്ടായി. ആ കൂടിയാലോചനകളിൽ പൊതുവെ ഉണ്ടായ ഒരു അഭിപ്രായം, ഒരു നിഷേധാത്മക സമീപനം ഈ സത്യപ്രതിജ്ഞാ ഘട്ടത്തിൽ തന്നെ എടുത്താൽ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാകും. കാരണം ഈ തുടക്കത്തിൽ തന്നെ ഈ വിധത്തിൽ എടുക്കുന്ന ഒരു സമീപനം കേവല രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ് ഉള്ളത് ഇന്ത്യ മുന്നണിക്ക് എന്ന് വരുത്തി തീർക്കും. അതുകൊണ്ട് അതിന് സാഹചര്യം ഉണ്ടാക്കരുത്, അവസരം ഉണ്ടാക്കരുത്. ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അത് ഏതാണ്ട് എല്ലാ ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും ഫലത്തിൽ അംഗീകരിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കാനായിട്ട് പോകും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മല്ലികാർജ്ജുൻ ഖർഗെ പങ്കെടുക്കും. നിഷേധാത്മക നിലപാട് വേണ്ടതില്ല എന്നൊരു തീരുമാനത്തെ തുടർന്നാണ് ഇപ്പോൾ കൂടിയാലോചനയ്ക്കൊക്കെ ശേഷം മല്ലികാർജ്ജുൻ ഖർഗെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനമായത്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രി പദത്തിലേക്ക് ഹാട്രിക് നേട്ടവുമായി എത്തുന്നു എന്ന സവിശേഷതയോടെയാണ് നരേന്ദ്രമോദി ഇക്കുറി അധികാരത്തിലേറുന്നത്. മോദിയുടെ ഗ്യാരണ്ടി സ്വീകരിക്കപ്പെടാതെ പോയതും മധ്യവർഗവും അടിസ്ഥാന ജനവിഭാഗവും മോദി ബ്രാൻഡിൽ സംശയാകുലരാകുകയും ചെയ്ത വേളയിലാണ് മൂന്നാം വട്ടം നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ ഏറുന്നത്. സഖ്യകക്ഷികളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ മോദിക്ക് കഴിയുമോ? റിപ്പോർട്ട് കാണാം. രണ്ടായിരത്തി BJP ഗുജറാത്ത് മുഖ്യമന്ത്രി പദം നൽകുമ്പോൾ ദേശീയ തലത്തിൽ അത്ര അറിയപ്പെടുന്നൊരു നേതാവായിരുന്നില്ല നരേന്ദ്ര ദാമോദർ ദാസ് മോദി. RSS പ്രവർത്തകൻ എന്ന നിലയിൽ സംഘപരിവാറിനുള്ളിലും BJPക്കുള്ളിൽ സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിലും പേരെടുത്തിരുന്നെങ്കിലും ജനകീയനായ പൊതുപ്രവർത്തകൻ എന്ന പ്രതിച്ഛായ മോദിക്കുണ്ടായിരുന്നില്ല. 2002 ഫെബ്രുവരിയിലെ ഗുജറാത്ത് കലാപത്തിനു ശേഷം തീവ്ര ഹിന്ദുത്വവാദികൾക്കിടയിൽ കൂടുതൽ ജനപ്രിയതയാർജിച്ച മോദി വെറുപ്പിന്റെ വ്യാപാരിയായാണ് ഇന്ത്യയുടെ മറ്റിടങ്ങളിൽ വിശേഷിപ്പിക്കപ്പെട്ടത്. സംഘപരിവാർ അണികൾക്കിടയിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ വെച്ച് പുലർത്തിയിരുന്ന മോദി ഒരു വ്യാഴവട്ടക്കാലമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നത്. ഗുജറാത്തിൽ വികസന നായകനായി വാഴ്ത്തപ്പെട്ട മോദിയെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ UPAയുടെ മുന്നേറ്റത്തിന് തടയിടാൻ നിർദ്ദേശിച്ചത് RSS നേതൃത്വമായിരുന്നു. BJPയെ ശക്തിപ്പെടുത്തിയ രഥയാത്രികൻ ലാൽകൃഷ്ണ അഡ്വാനിയെപ്പോലും മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു നരേന്ദ്രമോദി 2014 BJPയെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിച്ചത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലൂടെയും മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളിലൂടെയും മുന്നാക്ക വിഭാഗത്തെ ഒപ്പം ചേർത്ത മോദി ക്രിയാത്മകവും തന്ത്രപരവുമായ സമീപനങ്ങളിലൂടെ പിന്നാക്ക വിഭാഗക്കാരെയും ഒപ്പം ചേർത്തു. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയാണ് മോദി മധ്യവർഗക്കാരുടെ ഇഷ്ട രാഷ്ട്രീയ വിഗ്രഹമായി മാറിയത്. RSSന്റെ രാഷ്ട്രീയ നാടകത്തിലെ അഭിനേതാക്കൾ മാത്രമാണ് BJP എന്ന ഗോൾവാൾക്കറുടെ പരാമർശത്തെ മറികടന്ന് മോദി എന്ന ആകർഷക ബിന്ദുവിലേക്ക് സംഘപരിവാർ രാഷ്ട്രീയം ഒതുങ്ങുന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടത്. നോട്ട് നിരോധനം പോലുള്ള കരിനിഴലുകൾ ഉണ്ടായിട്ടും 2019 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിജയം ആവർത്തിക്കപ്പെട്ടു. സർജിക്കൽ സ്ട്രൈക്കുകൾ, കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾ എല്ലാം മോദിക്ക് ശക്തനായ നേതാവെന്ന പ്രതിച്ഛായ നൽകി. വിദേശ രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ എന്ന ബ്രാൻഡിനെ പ്രതിഷ്ഠിക്കാൻ നടത്തിയ ശ്രമങ്ങളാകട്ടെ മോദിയുടെ നയതന്ത്ര വൈദഗ്ധ്യവും വെളിവാക്കി. G20യുടെ നേതൃത്വവും പ്രകീർത്തിക്കപ്പെട്ടു. 370 വകുപ്പ് എടുത്തുകളഞ്ഞത്, മുത്തലാഖ് നിരോധനം, രാമക്ഷേത്ര പ്രതിഷ്ഠ തുടങ്ങിയ നീക്കങ്ങൾ BJPയുടെ ഭാവി ലക്ഷ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. ഏകീകൃത സിവിൽ കോഡിനായുള്ള നീക്കങ്ങളാണ് ഏറ്റവും ഒടുവിൽ നടന്നിരുന്നത്. എന്നാൽ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടന്ന 195 കർഷക പ്രക്ഷോഭങ്ങളും പൗരത്വ ഭേദഗതി നിയമത്തെ ചൊല്ലിയുള്ള പ്രക്ഷോഭങ്ങളും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വിഷലിപ്തമായ വർഗീയ പരാമർശങ്ങളും മോദിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. മോദിയുടെ ഗ്യാരണ്ടിക്ക് വാരാണസിയിൽ പോലും വിലയിടിഞ്ഞതായാണ് തെരഞ്ഞെടുപ്പ് ഫലം വെളിവാക്കിയത്. കർഷക പ്രക്ഷോഭങ്ങളിൽ 59% അരങ്ങേറിയ 7 സംസ്ഥാനങ്ങൾ BJPയുടെ സീറ്റുകളിൽ വലിയ വിള്ളൽ വീഴ്ത്തി. കേവല ഭൂരിപക്ഷം നേടാനാകാതെ TDPയുടെയും JDUവിന്റെയും പിന്തുണയോടെ മൂന്നാം വട്ടം അധികാരത്തിലെത്തുമ്പോൾ സഖ്യകക്ഷികളുടെ സമ്മർദ്ദങ്ങൾ സംഘപരിവാറിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് BJPയെ തടയുമെന്നുറപ്പ്. മോദി എന്ന ബ്രാൻഡിനെ പുനഃസ്ഥാപിക്കാൻ മൂന്നാം വട്ട ഭരണത്തിൽ നരേന്ദ്രമോദിക്കാകുമോ? അതോ BJP അടിത്തറയിലെ വിള്ളലുകൾ വലുതാകുമോ? വരാനിരിക്കുന്ന ദിനങ്ങൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും. റിസർച്ച് ഡെസ്ക് 24.
തിരികെ ന്യൂസ് ഈവനിംഗിലേക്ക് ഇനി 2.25 മണിക്കൂർ കഴിയുമ്പോൾ നരേന്ദ്രമോദി 3ാം വട്ടവും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. അദ്ദേഹത്തിനൊപ്പം മന്ത്രിമാരുടെ ഒരു സംഘം കൂടി സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ നിന്ന് 2 പേർ മന്ത്രിമാരാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു നൽകാൻ കഴിയുന്ന വിവരം. സുരേഷ് ഗോപി ഒപ്പം ജോർജ് കുര്യൻ. കനത്ത സുരക്ഷ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച്. അതിന്റെ വിവരങ്ങളുമായി ആർ അച്യുതൻ തത്സമയം ചേരുന്നു. അച്യുതൻ, വലിയ സുരക്ഷയാണ് അത് ഈ മേഖലയിൽ, ഒപ്പം ഡൽഹിയിലൊക്കെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ്? അനുജ, ഇന്നലെ മുതൽ തന്നെ ഡൽഹിയിലെ പ്രധാന കവാടങ്ങൾ, അതായത് അതിർത്തികളെല്ലാം അടച്ച് ഇട്ട നിലയിലാണ്. വാഹന പരിശോധനകൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോൾ പലയിടങ്ങളിലും തന്ത്രപ്രധാനമായിട്ടുള്ള, അതായത് രാഷ്ട്രപതി ഭവൻ ഉൾപ്പെടുന്ന മേഖലകളെല്ലാം തന്നെ അവിടെയെല്ലാം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ അതിനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു. ബാരിക്കേഡുകൾ ഉപയോഗിച്ച് ഗതാഗത ക്രമീകരണങ്ങൾ ഇതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറിച്ച് ഈ നോ ഫ്ലൈ സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യാതൊരു തരത്തിലും മൈക്രോ ലൈറ്റ് എയർക്രാഫ്റ്റുകളോ ഹോട്ട് ബലൂണുകളോ ഡ്രോണുകളോ ഉപയോഗിക്കുവാൻ പാടില്ല. ഇത് ലംഘിച്ച് ആരെങ്കിലും ഇത്തരത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ കനത്ത പിഴ ചുമത്താനാണ് ഡൽഹി പോലീസ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അല്പസമയം കഴിയുമ്പോൾ സുപ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം കോൺവോയ്കൾ പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ റോഡ് ഗതാഗതം ഏതാണ്ട് ഭാഗികമായി അടച്ചിട്ട നിലയിലാണ്. റോഡിന്റെ പരിസരത്തോ അതുമായി ബന്ധപ്പെട്ട് റോഡിലോ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യാൻ കൂടി കഴിയില്ല. അത്തരം നിയന്ത്രണങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. താൽക്കാലിക CCTVകൾ, നിരീക്ഷണ പോസ്റ്റുകൾ അടക്കമാണ് ഈ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും പഴുതടച്ചുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അനുജ, അതാണ്, കനത്ത സുരക്ഷയിലാണ് തലസ്ഥാനം. ഇന്നലെ മുതൽ തന്നെ അവിടെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആർ രാധാകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി. ആർക്കെ, ഇപ്പോൾ വിദേശത്ത് നിന്നുള്ള ഏതാനും നേതാക്കൾ, അത് രാഷ്ട്രത്തലവന്മാർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. മാലദ്വീപ്, അതുപോലെ തന്നെ നേപ്പാൾ, ശ്രീലങ്ക, പ്രധാനമന്ത്രി ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള പ്രധാനമന്ത്രിമാരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നുന്നു എടുത്തു പറയാനുള്ളത് മാലദ്വീപിലെ രാഷ്ട്രത്തലവനാണ്. അദ്ദേഹം ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ച് പിന്നീട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചൊക്കെ വന്നു. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ കൂടി പ്രാധാന്യമുള്ള ഒരു വിദേശ സംഘത്തിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്? പാകിസ്ഥാന് ക്ഷണമില്ല എന്നതും നമുക്കറിയാം. ഈ അയൽക്കാരുമായിട്ട് നല്ല ബന്ധം വേണം എന്ന വിധത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സന്ദേശം ഇത്തവണ നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാലദ്വീപിന്റെ പ്രസിഡന്റ് പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ മാലദ്വീപിലെ ഇന്ത്യൻ സാന്നിധ്യം, ഇന്ത്യയുടെ സൈനിക സാന്നിധ്യം അടക്കം കുറയ്ക്കുന്നതിൽ വലിയ ഇന്ത്യക്ക് വിരുദ്ധമാകുന്ന നിലപാടുകൾ സ്വീകരിച്ച ആളാണ് അദ്ദേഹം ഏതായാലും ഇന്ന് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം ഈ സത്യപ്രതിജ്ഞയുടെ ഭാഗമായിട്ട് പങ്കെടുക്കും. നേപ്പാളിന്റെ കാര്യത്തിലും ആ വിധത്തിലാണ്. നേപ്പാളിൽ നിന്നും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇവിടെ എത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനെ സംബന്ധിച്ച് ഈ ടിസ്റ്റ നദീജല കരാർ അതിപ്പോൾ വീണ്ടും വിവാദമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവരുടെ സന്ദർശനം. അതുകൊണ്ട് ആ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നയതന്ത്ര ആശയവിനിമയം ഈ ചർച്ചയുടെ ഈ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകും. ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം എത്തുമ്പോൾ ഉള്ള കാര്യം നമുക്കറിയാം. ചൈന വലിയ രീതിയിലുള്ള നിക്ഷേപമൊക്കെ നടത്തി വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ നേരിട്ട സ്ഥലമാണ് ശ്രീലങ്ക. ആ ശ്രീലങ്കയ്ക്ക് പുതിയൊരു സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക സഹായങ്ങളും നിലനിൽക്കാനായിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റി നൽകിയത് ഇന്ത്യയാണ്. ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം വലിയ പ്രാധാന്യം അർഹിക്കുന്നു. അങ്ങനെ 7 രാജ്യങ്ങളുടെ രാജ്യതലവന്മാർ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. എന്നാൽ ഈ വിധത്തിലായിരുന്നില്ല ഈ രാഷ്ട്രതലവന്മാരുടെ കാര്യം പോലും നിശ്ചയിച്ചിരുന്നത്. കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, 400 സീറ്റുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ രാഷ്ട്രതലവന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ആയിരുന്നു ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ അതിലേക്ക് പോയില്ല. എങ്കിലും അയൽക്കാർ ആത്മസുഹൃത്തുക്കൾ എന്ന രീതിയിൽ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിധത്തിൽ സമീപ രാജ്യങ്ങളിലെ രാജ്യതലവന്മാരെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അവർ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുകയും ചെയ്യും. അവരിൽ ഏതാണ്ട് എല്ലാവരും ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ചില പ്രത്യേക ക്ഷണിതാക്കൾ കൂടിയുണ്ടല്ലോ, ട്രാൻസ്ജെൻഡേഴ്സ്, അതുപോലെ ചില സന്നദ്ധ സേവ പ്രവർത്തകർ, അങ്ങനെയൊക്കെയുള്ള ചില ആളുകളെ കൂടി ഇതിൽ ക്ഷണിച്ചിട്ടുള്ളൂ. സ്ത്രീകൾ ചില മേഖലകളിൽ മികവ് പുലർത്തി, ആ തരത്തിലേക്ക് കൂടി അതിന്റെ വിവരങ്ങൾ.
അനുജ, വളരെ കൗതുകമാണ്. ഇന്ന് ഏതാണ്ട് 8,000-ന് മുകളിൽ 9,000-ഓളം പേരാണ് ഈ സത്യപ്രതിജ്ഞയുടെ ഭാഗമായിട്ട് ഫോർ കോർട്ടിൽ പങ്കെടുക്കുന്നത്. രാഷ്ട്രപതി ഭവനിലെ ഫോർ കോർട്ടിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ ഏറ്റവും ആദ്യത്തെ പേരുകാരായിട്ടുള്ളത് സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായിട്ട് ജോലിയെടുത്ത തൊഴിലാളികളാണ്. അവരെ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അവരെ പ്രധാനമന്ത്രി ഈ സെൻട്രൽ വിസ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തും പാർലമെന്റിന്റെ ഉദ്ഘാടന സമയത്തും ഒക്കെ വലിയ രീതിയിൽ അദ്ദേഹത്തോട് ചേർത്ത് പിടിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അവർ ഇന്നത്തെ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. രണ്ടാമത്തത്, ഈ ഉത്തരാഖണ്ഡിലെ തുരങ്ക ദുരന്തത്തിൽ രക്ഷാ ദൗത്യം നിർവഹിച്ചവരെ ഡൽഹിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർ ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനവാസി സമൂഹങ്ങളുടെ പ്രതിനിധികളായി, ആദിവാസി വിഭാഗങ്ങളുടെ വ്യത്യസ്ത സമൂഹങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ളവരും ഇന്നത്തെ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റുമാർ അവരിൽ ചിലരെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ 8,000-ഓളം അതിഥികളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നത്. വിവിധ രാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെയുള്ളവരുണ്ടാകും. കൃത്യം 7:15-നാണ് നരേന്ദ്രമോദി 3-ാം വട്ടം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങൊപ്പം മന്ത്രിമാരുടെ ഒരു സംഘം കൂടി അദ്ദേഹത്തിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. ഇനി നമ്മൾ പോകുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രത്യേക ലൈവ് തോണിലേക്കാണ്. മോദി 3.0, ശ്രീകണ്ഠൻ നായർ, ഹാഷ്മി താജ് ഇബ്രാഹിം, എസ് വിജയകുമാർ എന്നിവർ തത്സമയം ചെയ്യും. നമസ്കാരം.